പെറ്റ്സിനെ ഗ്രൂമിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പം അവിടെ ഉള്ളവർ സഡേഷൻ കൊടുക്കാറുണ്ടോ? ഇതിനെപ്പറ്റി നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പല ഗ്രൂമിങ് സെൻറ്റേഴ്സിലും ഗ്രൂമിങ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ചെറിയൊരു രീതിയിൽ സഡേഷൻ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവരെല്ലാവരും സലോണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പം ഇങ്ങനെ നിന്ന് കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ചില കുട്ടികൾ ഭയങ്കര ബഹളമായിരിക്കും, ചില കുട്ടികൾ തല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോഴൊക്കെ ഈ സലോണിൽ സഡേഷൻ കൊടുത്തിട്ടാണോ കുട്ടികളുടെ ഹെയർ കട്ട് ചെയ്യാറുള്ളത്? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, ഒന്നുകിൽ ആ സലോണിലുള്ള ഹെയർ കട്ട് ചെയ്യുന്ന ആൾ ആ കുട്ടീനെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കും. അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ ഹെയർ കട്ട് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കും, ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ടോയ്സ് ഒക്കെ എടുത്തിട്ടാണ് സലോണിൽ പോവുക. എന്നിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാണ്ട് ആ ഹെയർ കട്ട് ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ മിണ്ടാപ്രാണികളും. ഇവരിൽ പല സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടാവും. ചിലപ്പം ചിലർ അഗ്രസീവ് ആയിരിക്കാം, ചിലപ്പം പാവമായിട്ട് നിന്ന് കൊടുത്തേക്കാം, അങ്ങനെ പല സ്വഭാവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഗ്രൂമിങ് സെൻറ്റേഴ്സിൽ ഇത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവരൊന്ന് ഫ്രണ്ട്ലി ആക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ കാര്യങ്ങൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രൂമിങ് സെൻറ്റേഴ്സിൽ ഈ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്സും ടോയ്സും ഒക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവർ പോലും അറിയാതെ ഗ്രൂമിങ് ചെയ്യണം. ഇങ്ങനെ പല വഴികളുണ്ട്. അല്ലാതെ ഒരിക്കലും സെഡേഷൻ കൊടുത്തിട്ടൊന്നും അല്ല ഗ്രൂമിങ് ചെയ്യേണ്ടത്. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എനിക്കത് ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ സെഡേഷൻ കൊടുത്ത് ചെയ്യുന്ന സെൻറ്റേഴ്സിൽ ഒരിക്കലും ഞാൻ എൻ്റെ പെറ്റ്സിനെയും കൊണ്ട് പോവില്ല. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ കാര്യത്തിനോട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.